നമസ്കാരം. നെക്സ്റ്റ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 18 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഓപ്പറേഷൻ റേഞ്ചർ കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് കഞ്ചാവ് കേസിൽ ജാമ്യം, വെലുക് കേസിൽ റിമാൻഡിൽ. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം പഴഞ്ഞി റോഡിന്റെ നിർമ്മാണോദ്ഘാടനത്തിന് തുടക്കമായി. പുതുവർഷം പുലരിയിൽ 2 സ്ത്രീകളുടെ ജീവൻ രക്ഷിച്ച സരിത മണികണ്ഠനെ ജീവൻ രക്ഷാ പദ്ധതിയിലെ തുക കൈമാറി. കോവിഡ് കാലത്ത് അഖിൽ വരച്ചു ചേർത്തത് സെലിബ്രിറ്റികളുടെ പോർട്രേറ്റ് ചിത്രങ്ങൾ. കോവിഡ് കാലത്ത് ചിത്രങ്ങൾ വരച്ച വിദ്യാർത്ഥികൾക്ക് പെങ്ങാമുക്ക് സംഘദേശത്തിന്റെ ആദരം. ഗൂഗിൾ ഈ പതിപ്പ് തയ്യാറാക്കിയ തോംസൺ മാസ്റ്ററെ ആദരിച്ചു. കിസാൻ സംഘർഷ് കോർഡിനേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താങ്ങുവില സംരക്ഷണ ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 18 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. പോർക്കുളം ഗ്രാമപഞ്ചായത്തിലെ വനിതാ അംഗത്തിനുൾപ്പെടെ 18 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ പഞ്ചായത്തിലെ 14 പേർക്കും കുന്നംകുളം നഗരസഭാ പരിധിയിലെ 3 പേർക്കും കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരാൾക്കും കോവിഡ് സ്ഥിരീകരിച്ചത്. പോർക്കുളം പഞ്ചായത്തിലെ വാർഡ് 2 പൊന്നം, വാർഡ് 11 വേലക്കാട് എന്നിവയിൽ 2 പേർ വീതവും, വാർഡ് 12 കരുവാൻപടിയിൽ 5 പേർക്കും, വാർഡ് 3 പോർക്കുളം, 5, 8 അക്കിക്കാവ്, വാർഡ് 6 കൊങ്ങണൂർ, വാർഡ് 10 കല്ലഴിക്കുന്ന് തുടങ്ങിയവയിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് അംഗവുമായി നേരിട്ട് സമ്പർക്കത്തിലേർപ്പെട്ട 3 പേർ സ്വയം നിരീക്ഷണത്തിൽ പോയി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ 18 ജീവനക്കാർക്ക് പഴഞ്ഞി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ നടത്തിയ പരിശോധന മുഴുവൻ പേരുടെയും ഫലം നെഗറ്റീവായി. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ക്ഷീര വികസന ഓഫീസിലെ ഓഫീസർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് പഞ്ചായത്തിലെ ജീവനക്കാർക്കും പരിശോധന നടത്തിയത്. ഓപ്പറേഷൻ റേഞ്ചർ കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് കഞ്ചാവ് കേസിൽ ജാമ്യം, വെലുക് കേസിൽ റിമാൻഡിൽ. കഞ്ചാവ് കേസിൽ ജാമ്യം കിട്ടിയ പ്രതി മരപ്പട്ടി കേസിൽ റിമാൻഡിലായി. പോർക്കുളത്ത് കരുവാൻപടിയിൽ നെന്മണിക്കര വീട്ടിൽ ശ്രീജിത്തിനെയാണ് കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. എരുവപ്പെട്ടി വനപാലകർ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാൾ റിമാൻഡിലായത്. ഗുണ്ടാ ക്രിമിനലുകളെ നേരിടുന്നതിന് തൃശൂർ ഡിഐജി എസ് സുരേന്ദ്രൻ ആവിഷ്കരിച്ച ഓപ്പറേഷൻ റേഞ്ചർ പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം ACP TS സിനോജ്, ഇൻസ്പെക്ടർ KG സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കൈവശം സൂക്ഷിച്ചതിന് ഇയാൾ അറസ്റ്റിലായത്. മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചതുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവിനൊപ്പം കൂട്ടിൽ അടച്ചിട്ട വെലുക് എന്നറിയപ്പെടുന്ന മരപ്പട്ടിയെ കണ്ടെത്തിയത്. 1 കിലോഗ്രാമിന് താഴെ അളവിൽ കഞ്ചാവ് കൈവശം വെച്ചാൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പായതിനാൽ കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു. തുടർന്ന് സംരക്ഷിത വന്യജീവിയായ മരപ്പട്ടിയെ കൈവശം വെച്ചതിനെ എരുവപ്പെട്ടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ C രാജീവിന്റെ നേതൃത്വത്തിൽ വനപാലകർ ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്തു. 1972 വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് ഷെഡ്യൂൾ 2 വിഭാഗത്തിൽ ഉൾപ്പെട്ട മരപ്പട്ടിയെ ഉപദ്രവിക്കുന്നതും പിടികൂടി കൈവശം വെക്കുന്നതും ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. ഈ വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ KG അശോകൻ, PS ബാബു, ഓഫീസർമാരായ PY ഹഫീഫ, PV രതീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം പഴഞ്ഞി റോഡിന്റെ നിർമ്മാണോദ്ഘാടനത്തിന് തുടക്കമായി. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്നും നിർമ്മിക്കുന്ന കുന്നംകുളം ഫയർ സ്റ്റേഷൻ മുതൽ മങ്ങാട് പഴഞ്ഞി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി AC മൊയ്തീൻ തിരുത്തിക്കാട് ഭാരത് മാതാ പ്രൈമറി സ്കൂളിൽ വെച്ച് നടത്തി. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. ഈ പദ്ധതിയിൽ നിന്നും 2,51,00,000 രൂപ ചെലവഴിച്ചാണ് ഫയർ സ്റ്റേഷൻ മുതൽ പോർക്കുളം പഞ്ചായത്തിലെ മങ്ങാട് സെന്റർ വഴി കാട്ടകാമ്പ ഗ്രാമപഞ്ചായത്തിലെ പഴഞ്ഞി സെന്റർ വരെ എത്തിച്ചേരുന്ന 5 കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് നിർമ്മിക്കുന്നത്. ആധുനിക രീതിയിലാണ് റോഡ് നിർമ്മാണം. ഫയർ സ്റ്റേഷൻ മുതൽ 3 കിലോമീറ്റർ നീളം വരുന്ന പൊന്നം സെന്റർ വരെയുള്ള റോഡ് കുന്നംകുളം മുനിസിപ്പാലിറ്റി റോഡിൽ ഉൾപ്പെടുത്തി 300 മീറ്റർ ടാറിങ്ങും 5 മീറ്റർ വീതിയിൽ നിന്ന് 5.5 മീറ്റർ വീതിയിലാക്കി ഉയർത്തുകയും ബാക്കി വരുന്ന ഭാഗം നിലവിലുള്ള 4.5 മീറ്റർ വീതിയിലും BM&BC നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കും. റോഡിന്റെ പ്രൊഫൈൽ കർഷനെ ആവശ്യമായ സ്ഥലങ്ങളിൽ ഉയർത്തുന്നതിനും മൊയ്ക്കുളം പാളം ഭാഗത്ത് ഇരു സൈഡിലും റോഡിന്റെ ഷോൾഡർ കോൺക്രീറ്റ് ചെയ്യുന്നതിനും സൈഡ് ഡ്രെയിൻ ചെയ്യുന്നതിനും പൊന്നം പാടം ഭാഗത്ത് കാലവർഷത്തിൽ തുടർച്ചയായി റോഡ് മുങ്ങി ഗതാഗതം തടസ്സം നേരിടുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി 405 മീറ്റർ നീളത്തിൽ
പാർശ്വ സംരക്ഷണ കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ച് റോഡ് ഉയർത്തി നിർമ്മിക്കുകയും റോഡ് സേഫ്റ്റി ഏർപ്പെടുത്തുകയുടെ ഭാഗമായി റോഡ് മാർക്കിംഗ്, ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുകയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനും വാട്ടർ സപ്ലൈ കേബിൾ എന്നിവ മാറ്റി സ്ഥാപിക്കുന്നതിനും തുക അനുവദിച്ചു. ചടങ്ങിൽ പോർക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വൃന്ദ, ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോജി പോൾ, പോർക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അപ്പൊ ഇത് വീതിയുടെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് ഏതെങ്കിലും വളവിലൊക്കെ വല്ലാണ്ട് പ്രശ്നം വരുന്നുണ്ട് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് സഹായിച്ചാൽ മികച്ച നിലവാരത്തിൽ നമുക്ക് റോഡിന്റെ പണി നിർവഹിച്ചു കൊണ്ടുപോകാനാവും. എപ്പോഴും ജനങ്ങൾ ഇടപെടുമ്പോഴാണ്. ജനങ്ങൾ ഇടപെടുന്നത് ആവശ്യത്തിനും കൂടിയാവും. ജനങ്ങൾ പലപ്പോഴും നല്ല കാര്യത്തിന് ഇടപെടുന്നവരാണ്. പക്ഷെ ഒരു ന്യൂനതയുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുന്നവരുണ്ട്. അതല്ല, അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലുടനീളം ആവശ്യമായ സൗകര്യവും സഹായവും എല്ലാവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അപ്പം അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിന്റെ പൊന്നം മുതൽ അടുത്ത ഭാഗത്തേക്കുള്ള വർക്കും ഈ വർഷം തന്നെ അതിനാവശ്യമായ പഴഞ്ഞി വരെയുള്ളത് ആവശ്യമായ പണം അനുവദിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇവിടെ മിക്കവാറും എല്ലാ റോഡുകളുടെയും കാര്യത്തിന് പണം അനുവദിച്ചിട്ടുണ്ട്. പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ റോഡുകളിലൊരു നിലവാരം നമുക്ക് ഈ ഗവൺമെന്റ് കാലത്ത് തന്നെ ഉയർത്തിക്കൊണ്ടുവരാനാവും. പുതുവർഷ പുലരിയിൽ 2 സ്ത്രീകളുടെ ജീവൻ രക്ഷിച്ച സരിത മണികണ്ഠനെ ജീവൻ രക്ഷാ പദക്കിലെ തുക കൈമാറി. പുതുവർഷ പുലരിയിൽ 2 സ്ത്രീകളുടെ ജീവൻ രക്ഷിച്ച അഗതിയൂർ കാരാമൽ വീട്ടിൽ സരിത മണികണ്ഠനെ ജീവൻ രക്ഷാ പദക് അവാർഡ് തുക കൈമാറി. മന്ത്രി AC മൊയ്തീൻ സരിതയുടെ വീട്ടിലെത്തിയാണ് അവാർഡ് തുക സമ്മാനിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ 1.5 ലക്ഷവും സംസ്ഥാന സർക്കാരിന്റെ 30,000 രൂപയും ചേർത്തുള്ള തുകയാണ് സരിതയ്ക്ക് നൽകിയത്. തഹസിൽദാർ PS ജീവ, ഡെപ്യൂട്ടി തഹസിൽദാർ സിവിൽ തോംസൺ, കലാമണ്ഡലം നിർവാഹക സമിതി അംഗം DK വാസു, പഞ്ചായത്ത് അംഗം K ശൈലജ, വില്ലേജ് ഓഫീസർ CC ജിജി എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സ്വന്തം രക്ഷ നോക്കാതെ സാഹസികമായി മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ബഹുമതിയാണ് ജീവൻ രക്ഷാ പദക്. 2018 ജനുവരി 1 പുലർച്ചെ അഗതിയൂർ ചേന്തപുരം ക്ഷേത്രകുളത്തിൽ വെച്ച് 2 സ്ത്രീകളുടെ ജീവൻ രക്ഷിച്ചതിനാണ് സരിത മണികണ്ഠൻ ജീവരക്ഷാ പദക്കിന് അർഹയായത്. കുളത്തിൽ കുളിക്കാനിറങ്ങിയ കൃഷ്ണ എന്ന വിദ്യാർത്ഥിനി കുളത്തിന്റെ മധ്യത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. കൃഷ്ണയെ രക്ഷിക്കാൻ ശ്രമിച്ച അരുണ പ്രസാദ് എന്ന യുവതി കുളത്തിലിറങ്ങിയെങ്കിലും കൃഷ്ണയെ കരയ്ക്ക് കയറ്റാനായില്ല. ഇരുവരും മുങ്ങിത്താഴ്ന്നു തുടങ്ങിയതോടെ സരിത മണികണ്ഠൻ ഇരുവരെയും രക്ഷിച്ച് കരയ്ക്ക് കയറ്റുകയായിരുന്നു. പുതുവർഷത്തിൽ 2 അയൽവാസികളായ യുവതികൾക്ക് പുതുജീവൻ സമ്മാനിച്ച സരിതയെ ജീവൻ രക്ഷാ പദക്കിനെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുക്കുകയായിരുന്നു. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സമയോചിതമായി രക്ഷാപ്രവർത്തനം നടത്തിയ സരിതയെ മന്ത്രി അഭിനന്ദിച്ചു. ഈ അമ്പലത്തിന്റെ കുളത്തിൽ ഈ അപകടം ഉണ്ടായത് തിരുവാതിര കുളിക്കാൻ പോയതാണ്. അപ്പോഴാണ് സരിത അദ്ദേഹത്തിന്റെ സുഹൃത്തും ഒക്കെ ഈ അപകടത്തിൽപ്പെട്ട കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചത്. ഏതായാലും അപകടം കൂടാതെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അങ്ങനെ ജീവൻ രക്ഷിച്ച കുട്ടിയുടെ വിവാഹം കഴിഞ്ഞാണ്. അല്ലേ? മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് സരിതയുടെ നേതൃത്വത്തിൽ നടന്നത്. അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇങ്ങനെയുള്ള ധീരതയാണ് നമ്മുടെ നാട്ടിൽ പല മനുഷ്യജീവനും രക്ഷിക്കാനിടയാക്കിയിട്ടുള്ളത്. സരിത അതിനൊരു മാതൃകയാണ്. എല്ലാവരും കോവിഡ് കാലത്ത് അഖിൽ വരച്ചു ചേർത്തത് സെലിബ്രിറ്റികളുടെ പോർട്രേറ്റ് ചിത്രങ്ങൾ. കോവിഡ് അവധികളിൽ ചിത്രങ്ങൾ വരച്ച് അഖിൽ. ചിത്രകലയോട് താല്പര്യമുള്ള അഖിൽ കോവിഡിൽ കിട്ടിയ അവധികൾ ചിത്രരചനയ്ക്കായി മാറ്റുകയായിരുന്നു. ചിത്രരചനയിൽ പഠനങ്ങൾ നേടിയിട്ടില്ലെങ്കിലും അഖിൽ 5ാം ക്ലാസ് മുതലേ ചിത്രങ്ങൾ വരയ്ക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. പഠനഭാഗത്ത് ഏറെ ശ്രദ്ധ പുലർത്തുന്നതിനാൽ ഇടയ്ക്കിടെയായിരുന്നു ചിത്രം വരച്ചിരുന്നത്. കോവിഡിൽ കിട്ടിയ അവധിയും ലോക്ഡൌണും കലാരംഗത്ത് ഏറെ പരിചയ സമ്പത്ത് നേടാൻ അഖിലിന് സാധിച്ചു. പഴഞ്ഞി MD കോളേജിലെ ഡിഗ്രി 2ാം വർഷ വിദ്യാർത്ഥിയാണ് അഖിൽ. കോളേജിലെ പരിപാടിയിൽ പങ്കെടുത്ത സിനിമാ താരം ഹരിശ്രീ അശോകനെ അഖിൽ താൻ വരച്ച ചിത്രം കൈമാറിയിട്ടുണ്ട്. കൂടുതലായും അഖിൽ സെലിബ്രിറ്റികൾ ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. പോർട്രേറ്റ് ചിത്രങ്ങളാണ് അഖിലിന്റെ ഇഷ്ടവിഷയം. പെങ്ങാമുക്ക് വാഴപ്പള്ളി വീട്ടിൽ സുരേഷ് സുനിത ദമ്പതികളുടെ മകനാണ്. ചിത്രകലാരംഗത്തിന് പുറമെ അഖിൽ കരാട്ടയിലും വ്യക്തിത്വം തെളിയിച്ചിട്ടുണ്ട്. ചിറക്കലിൽ 5 വർഷത്തെ കളരിയിൽ നിന്നും കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റും ബുഡോക്കോ സ്റ്റൈലും കരസ്ഥമാക്കിയിട്ടുണ്ട്. ചിറക്കൽ IQ സ്കൂളിലായിരുന്നു 10ാം ക്ലാസ് പഠനം. ബോവിംഗ് ബോട്ട്സ് ബെദാനിയ സ്കൂളിലായിരുന്നു +2 പഠനം. അഖിലിന്റെ കഴിവിന് പുറമെ പിതാവ് സുരേഷ് ആധുനിക ഉപകരണങ്ങളുടെ ശേഖരണത്തിന് ഉടമയാണ്. വിവിധ ഇനത്തിൽപ്പെട്ട ആദ്യകാല ഉപകരണങ്ങളുടെ ശേഖരം സുരേഷിന്റെ പക്കലുണ്ട്. ഇതിൽ ഇഷ്ടപ്പെട്ട വില കൊടുത്ത് വാങ്ങിയവയും ഉൾപ്പെടുന്നു. കൂടാതെ ഇഷ്ടപ്പെട്ട ഉപകരണങ്ങൾ വില കൊടുത്ത് നിർമ്മിച്ച് വാങ്ങും. വീട്ടിൽ അതുലിന്റെ നേതൃത്വത്തിൽ ചിത്രശേഖരണങ്ങളും സുരേഷിന്റെ നേതൃത്വത്തിൽ ഉപകരണങ്ങളും നിറഞ്ഞിരിക്കുന്ന മുറികളാണുള്ളത്. എന്റെ പേര് അഖിൽ. ഞാനിപ്പോ ഡിഗ്രിക്ക് പഠിക്കാണ്. അപ്പോൾ കുറച്ചു കാലമായിട്ടാണ് മെയിനായിട്ട് വരച്ചു തുടങ്ങിയത്. മുമ്പ് ചെറുതായിട്ടൊക്കെ വരച്ചായിരുന്നു. പക്ഷെ ആരുടെയും പഠിച്ചിട്ടൊന്നുമല്ല, വെറുതെ ചെറിയ രീതിയിൽ തുടങ്ങി. ഇപ്പോൾ ഇതുവരെ എത്തി. പോർട്രേറ്റാണ് കൂടുതൽ വരയ്ക്കാറ്.
ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ ഫോട്ടോയിട്ടാണ് മിക്കതും വരയ്ക്കുക. ഇതാകുമ്പോൾ പിന്നെ സമയം പോകാൻ വേണ്ടി തുടങ്ങിയതാണ്. പിന്നെ ഇഷ്ടമായി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിന്റെ വരക്കണ എമൗണ്ട് കൂടി. മറ്റേത് വല്ലപ്പോഴൊക്കെ പറഞ്ഞ ഇതിപ്പോ ലോക്ക്ഡൌൺ ആയ സമയത്ത് ദിവസം 2 വെച്ചിട്ട് വരച്ചായിരുന്നു. നല്ലോണം സഹായിച്ചു. ആ ടൈമിൽ ഫ്രീ ആയ കാരണം യൂട്യൂബ് നോക്കിയിട്ടും വീഡിയോ കണ്ടിട്ടൊക്കെ വീണ്ടും കുറെ പുതിയ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാ പാക്ക് മാത്രമാണ്. റോജാ പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാ പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാ പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാ പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM & Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. വാർത്തകൾ തുടരുന്നു. കോവിഡ് കാലത്ത് ചിത്രങ്ങൾ വരച്ച വിദ്യാർത്ഥികൾക്ക് പെങ്ങാമുക്ക് സംഘദേശത്തിന്റെ ആദരം. കോവിഡിൽ ചിത്രങ്ങൾ വരച്ച് കഴിവ് തെളിയിച്ച പെങ്ങാമുക്ക് സ്വദേശികളായ യുവപ്രതിഭകളും വിദ്യാർത്ഥികളുമായ വിദ്യാർത്ഥികളെ ആദരിച്ചു. സംഘദേശം പെങ്ങാമുക്കിന്റെ നേതൃത്വത്തിലാണ് ചിത്ര രചയിതാക്കളായ പെങ്ങാമുക്ക് സ്വദേശികളായ വിളക്കത്തല വീട്ടിൽ അതുലിനെയും വാഴപ്പള്ളി വീട്ടിൽ അഖിലിനെയും ആദരിച്ചത്. കോവിഡിൽ കിട്ടിയ അവധികൾ അവരുടെ കഴിവുകൾ അനുസരിച്ച് വാർത്തെടുക്കുന്നതിൽ മികച്ച രീതിയിൽ സമയം കണ്ടെത്തിയ വിദ്യാർത്ഥികളെ വീട്ടിൽ നേരിട്ടെത്തിയാണ് സംഘദേശം പ്രവർത്തകർ ആദരിച്ചത്. സംഘദേശം പ്രവർത്തകരായ പ്രദീപ് കൂനത്ത്, TD പ്രനിൽ, K രാകേഷ്, ശാഖ മുഖ്യ ശിക്ഷക് VC സന്തോഷ്, വിനു, ശിവപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെ ആദരിച്ചത്. വീട്ടിൽ 10 വലിപ്പം വരുന്ന കഥകളുടെ ചിത്രമാണ് അതിൽ വരച്ചിരിക്കുന്നത്. ലോക്ഡൌണിൽ 50-ന് മുകളിൽ സെലിബ്രിറ്റികളുടെ പോർട്രേറ്റ് ചിത്രങ്ങളാണ് അഖിലിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഗൂഗിൾ ഈ പതിപ്പ് തയ്യാറാക്കിയ തോംസൺ മാസ്റ്ററെ ആദരിച്ചു. ഗൂഗിൾ ഫോം ഇ പബ്ലിഷിംഗ് വഴി പൊതുവിദ്യാഭ്യാസത്തിന് മാതൃകാ പദ്ധതി തയ്യാറാക്കിയ അധ്യാപകൻ ചാലിശ്ശേരി സ്വദേശി തോംസൺ K വർഗീസിനെ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ആദരിച്ചു. കുന്നംകുളം ആർക്കാറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടന്ന ചടങ്ങിൽ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ചെയർമാൻ ഷെവലിയർ C ചാക്കുണ്ണി തോംസൺ മാസ്റ്ററിനെ പ്രശസ്തി ഫലകം നൽകി. വികാരി ഡോക്ടർ മാണി രാജൻ കോർ എപ്പിസ്കോപ്പ പൊന്നാട അണിയിച്ചു. സഹവികാരി ഫാദർ ജിബിൻ ചാക്കോ ഉപഹാരം നൽകി. തനിക്ക് ലഭിച്ച അറിവുകൾ സമൂഹത്തിന് നൽകിയത് കടമ മാത്രമാണെന്നും ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയുടെ ആദരവ് കൂടുതൽ പ്രവർത്തനത്തിലുള്ള അംഗീകാരവും പ്രോത്സാഹനവുമാണെന്നും ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപകൻ തോംസൺ വർഗീസ് വ്യക്തമാക്കി. വൈസ് ചെയർമാൻ പ്രൊഫസർ ഫിലിപ്പ് K ആന്റണി, ജനറൽ കൺവീനർ MC ജോൺസൺ, നിജാൻജി CC മനോജ്, അനിൽ ജോസ്, AC ഗീവർ എന്നിവർ പങ്കെടുത്തു. കിസാൻ സംഘർഷ് കോർഡിനേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താങ്ങുവില സംരക്ഷണ ദിനം ആചരിച്ചു. കിസാൻ സംഘർഷ് കോർഡിനേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താങ്ങുവില സംരക്ഷണ ദിനം ആചരിച്ചു. സ്വാമിനാഥൻ റിപ്പോർട്ടിലെ ന്യായവില നടപ്പിലാക്കുക, കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ നടന്ന ധർണ NCP സംസ്ഥാന നിർവാഹക സമിതി അംഗം AV വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ സെക്രട്ടറി കൊച്ചനിയിൽ അധ്യക്ഷത വഹിച്ചു. NCP ജില്ലാ സെക്രട്ടറി ES ദിനമണി, കർഷക സംഘം ഏരിയ സെക്രട്ടറി M പീതാംബരൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പോർക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 18 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഓപ്പറേഷൻ റൈഡർ കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് കഞ്ചാവ് കേസിൽ ജാമ്യം, വെലുങ്ക് കേസിൽ റിമാൻഡിൽ. മുഖ്യമന്ത്രിയുടെ തദ്ദേശ പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം പഴഞ്ഞി റോഡിന്റെ നിർമ്മാണോദ്ഘാടനത്തിന് തുടക്കമായി. പുതുവർഷ പുലരിയിൽ 2 സ്ത്രീകളുടെ ജീവൻ രക്ഷിച്ച സരിത മണികണ്ഠനെ ജീവൻ രക്ഷാ പദക്കിലെ തുക കൈമാറി. കോവിഡ് കാലത്ത് അഖിൽ വരച്ചു ചേർത്തത് സെലിബ്രിറ്റികളുടെ പോർട്രേറ്റ് ചിത്രങ്ങൾ. കോവിഡ് കാലത്ത് ചിത്രങ്ങൾ വരച്ച വിദ്യാർത്ഥികൾക്ക് പെങ്ങാമുക്ക് സംഘദേശത്തിന്റെ ആദരം. ഗൂഗിൾ ഈ പതിപ്പ് തയ്യാറാക്കിയ തോംസൺ മാസ്റ്ററെ ആദരിച്ചു. കിസാൻ സംഘർഷ് കോർഡിനേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താങ്ങുവില സംരക്ഷണ ദിനം ആചരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.